നമസ്കാരം. തിരുനോട്ടത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലാലേട്ടനുമായുള്ള തൻ്റെ അടുപ്പം പങ്കുവയ്ക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തി, സാധാരണ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ചില നടന്മാർക്ക് ആ സിനിമയുടെ ഹിറ്റ് കൊണ്ട് അവരെ പിന്നെ ആ സിനിമയുടെ പേര് പറഞ്ഞ് അറിയപ്പെടാറുണ്ട്. ശ്രീ ഭീമൻ രഘു, അതുപോലെ തന്നെ സ്ഫടികം ജോർജ്, ഇടവേള ബാബു, ശ്രീ മണിയമ്പിള്ള രാജു, ഇവരെല്ലാം അവരഭിനയിച്ച ആ ചിത്രത്തിലൂടെ ആണ് അവർ അറിയപ്പെടുന്നത്. എന്നാൽ എൻ്റെ അറിവിൽ ഒരു നിർമ്മാതാവ് ആ ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അറിയപ്പെടുന്നത് എൻ്റെ അറിവിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ചെയ്തിട്ടുള്ള ലാലേട്ടനെ വെച്ച് 2 ചിത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. 13ഓളം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലാലേട്ടനെ വെച്ച് 2 ചിത്രങ്ങളാണ് ചെയ്തത്. ആ 2 ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന 2 ചിത്രങ്ങൾ, കിരീടവും ചെങ്കോലും. ഇപ്പം തന്നെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ നിർമ്മാതാവ് ശ്രീ കിരീടമുണ്ണി. അദ്ദേഹത്തെ ഞാൻ തിരുനോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം ചേട്ടാ. ശരിക്കും ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിച്ചേട്ടൻ്റെ ലാലേട്ടനുമായിട്ടുള്ള അടുപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അടുപ്പമാണ്. ഒന്ന് ഓർക്കാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലുമായിട്ടല്ല എൻ്റെ ബന്ധം. എൻ്റെ ബന്ധം പാരിയായിട്ടാണ്. പാരി എന്ന് പറയുന്നത് പാരിലാൽ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ജ്യേഷ്ഠൻ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. ഞങ്ങൾ മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം പാരി ഞാനുമായിട്ട് വളരെ അടുത്ത സ്നേഹബന്ധമുണ്ട്. ഞാൻ കൂടെ പാരിയുടെ വീട്ടിൽ പോകും. അന്നൊക്കെ ലാല് ഒരു തടിച്ച ഒരു അമുൽ ബേബി എന്ന് പറയാൻ പറ്റുന്ന അവിടെയൊക്കെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഒക്കെ ഓടി നടക്കും എന്നുള്ളതിനകത്ത് ലാലിങ്ങനെ സിനിമ വരുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് ആ കുടുംബമായിട്ടുള്ളൊരു ബന്ധം വന്നത്. അങ്ങനെയാണ് ലാലുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തുടങ്ങിയത്. അത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ലാലുമായിട്ടുള്ള സൗഹൃദവും ആ സമയത്താണ് തുടങ്ങിയത്. ആ സൗഹൃദത്തിലൂടെയാണോ ശരിക്കും കിരീടം എന്ന ചിത്രത്തിൽ ലാലേട്ടനെ കാസ്റ്റ് ചെയ്യുന്നതും? അങ്ങനെ നിശ്ചയമായും. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ ആദ്യത്തെ ചിത്രം ഞാൻ ആദ്യം ഒരു സിനിമയായിട്ട് സഹകരിക്കുന്നത് തിരുനോട്ടത്തിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പ്രിയദർശൻ, എസ് കുമാർ, സുരേഷ് കുമാർ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബാച്ചായിട്ട് ഇറങ്ങിയ ഒരു ചിത്രമാണ് തിരുനോട്ടം എന്ന് പറയുന്നത്. തിരുനോട്ടത്തിൻ്റെ നിർമ്മാതാവ് ഒരു പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമായിരുന്നു എൻ്റെ നിർമ്മാതാവ്. അപ്പം ആ ഒരു ചിത്രമായിട്ടാണ് ഞാൻ അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഒരു സിനിമ എന്ന് പറയുന്നത്. സിനിമയിലേക്ക് വരണമെന്നുള്ള മോഹമായിട്ട് നടക്കുന്ന കാലം. അങ്ങനെയാണ് തിരുനോട്ടം ഉണ്ടാവുന്നത്. തിരുനോട്ടത്തിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം. അവിടുന്ന് തുടങ്ങിയ ഒരു ബന്ധം എന്ന് വെച്ചാൽ അതിനു മുമ്പ് തുടങ്ങിയതാണെങ്കിൽ പോലും സിനിമയായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് തിരുനോട്ടമാണ്. തിരുനോട്ടം കഴിഞ്ഞിട്ട് ഞാൻ അശോക് കുമാർ തന്നെ സംവിധാനം ചെയ്ത് കൂലി, പ്രിയദർശൻ്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഇതിലൊക്കെ ഞാൻ സഹസംവിധായകനായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സിനിമയെല്ലാം നിർത്തിയിട്ട് ഞാൻ ആർക്കിടെക്ട് മഹേഷിൻ്റെ അവിടെ ബിസിനസ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോഴൊക്കെ പ്രിയൻ്റെ വേറെ ചിത്രങ്ങൾ വരുന്നുണ്ട്. ഹോട്ടൽമാവ് ആളറിയാൻ കഴിഞ്ഞതിന് ശേഷം മഴ പെയ്യുന്നു, മത്തളം കൊട്ടുന്നു ഒക്കെ അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഞാൻ ഇതിലേക്ക് ആർക്കിടെക്ട് മഹേഷിൻ്റെ അവിടെ ബിസിനസ് മാനേജറായിട്ട് ജോലി ചെയ്യാറ്. അങ്ങനെ യാദൃശ്യമായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു വീണ്ടും സിനിമയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് ലാലിന്. അപ്പോൾ ലാല് കുറച്ചുകൂടെ ലാലിൻ്റെ ചിത്രങ്ങൾ മറ്റേ ഔട്ട്റേറ്റ് സെയിലിനുള്ള ഒരു സിറ്റുവേഷനിലായി. പഴയ ഡിസ്ട്രിബ്യൂഷനല്ല. മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പടം നമുക്ക് സുഖമായിട്ട് ബിസിനസ് നടക്കുന്ന ഒരവസ്ഥയിൽ. അങ്ങനെ ഞാൻ ലാലിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു എനിക്കൊരു. അന്നും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികമൊന്നും നമ്മൾ അനുവദിക്കുന്നില്ല അന്നത്തെ അവസ്ഥയിൽ. പക്ഷെ ലാല് തന്ന ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് ദിനേഷ് പണിക്കരും ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പം അദ്ദേഹം അമ്പിളിയെ വെച്ചൊരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയം പൂച്ചക്കര മൂക്കൂത്തിയിൽ ആണ് ഞാനും സിബി മലയിലുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത്. പൂച്ചക്കര മൂക്കൂത്തിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ, ഞാൻ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദമാണ് സിബിയെ വെച്ച് ചെയ്യിക്കാനുള്ളത്. അപ്പോഴത്തേക്ക് തനിയാവർത്തനം എന്നുള്ളൊരു പടം ഹിറ്റായി നിൽക്കുന്ന സമയം. അപ്പം ലോഹിദാസ് എന്നുള്ളൊരു വ്യക്തി, അപ്പോൾ ആ അദ്ദേഹത്തിന്റെ കയ്യിൽ കഥയുണ്ടാവും എന്ന് സിബി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹമായിട്ട് അമൃതയിൽ വെച്ച് ബന്ധപ്പെടുന്നു. അപ്പോഴാണ് ഈ ഒരു കഥയുടെ അച്ഛനെ തല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ. അവൻ വളരെ സത്യസന്ധനും സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരു പയ്യനാണ്. അവനെ അടിച്ചിടുന്ന ഒരു ഗുണ്ടയാണ്. അവിടെ നിന്ന് അവന്റെ ജീവിതം പാളിപ്പോകുന്നതാണ് കഥ. അപ്പൊ അതിൽ തന്നെ ഒരു എന്തോ ഒരു നന്മ നമുക്ക് ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. അതനുസരിച്ച് ആണ് അതിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ലാലിന്റെ അടുത്ത് നിന്ന് ഞാൻ ഈ കഥ കാര്യം പറയുമ്പോഴത്തേക്ക് ലാലിന് ഒരു ചെറിയൊരു, അന്ന് ലാല് കോമഡി പടങ്ങളും ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ലാലിന് ഒരു മനസ്സുകൊണ്ട്, ഒരുപക്ഷെ ലാലിന്റെ മനസ്സ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കാണാം ലോഹിയുടെ ഒക്കെ പോയാൽ തനിയാവർത്തനം പോലെയുള്ള പടങ്ങൾ ചെയ്താൽ ലാലിന്റെ ഇമേജിനെ ബാധിക്കുന്നോ മറ്റോ ആരെങ്കിലും പറഞ്ഞതാവാം. അതിന്റെയൊക്കെ പേരിൽ ലാൽ ഒന്നും അടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ലാലെ ഒരു കാരണവശാലും ഭയക്കണ്ട, അങ്ങനെ അല്ല ഈ പടം വരുന്നത്. അപ്പൊ ലാലിനുള്ള ധൈര്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് സത്യം തന്നെയാണ്. അങ്ങനെ ആണ് കിരീടം എന്നുള്ളൊരു പടം നമ്മൾ ചെയ്യാൻ തയ്യാറാവുന്നത്, എൻ്റെ കഥ പറയുന്നത്. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സെവനാർട്സ് വിജയകുമാർ ആണ് ഈ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. അപ്പം സെവനാർട്സ് വിജയകുമാർ എടുത്തതിന് ശേഷം നമ്മൾ ഫുൾ സ്ക്രിപ്റ്റോട് കൂടിയാണ് ഇതിന്റെ പോകുന്നത്. അപ്പോഴത്തേക്ക് സെവനാർട്സ് വിജയകുമാർ പറഞ്ഞു ഇതിന്റെ ക്ലൈമാക്സ് മാറ്റണം. ക്ലൈമാക്സ് മാറ്റണം എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആ ഒരു സിനിമയെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലാണ് കണ്ടത്. ഒരു ഹീറോ ഒരിടവും തോക്കാൻ പാടില്ല. ഹീറോ തോറ്റാൽ കഥയില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്ന ഇപ്പൊ എല്ലാവരും ഹീറോയിസം കാണിച്ച് രക്ഷപ്പെടണം എന്നില്ല. ഉണ്ടോ? എത്ര ധൈര്യശാലിയായാലും ചിലപ്പോൾ ഒരടിയിൽ വീണ് പോകാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേര്. നമ്മുടെ കഥാനായകൻ ഒരു പാളിച്ചയിലേക്ക് പോകുന്ന ആളാണ്, ഒരു തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പൊ അത് മാറ്റണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്തായിപ്പെടാം. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിനപ്പുറത്തൊരു ക്ലൈമാക്സ് ഈ പടത്തിനില്ല. ഒരു ക്ലൈമാക്സ് ഏതെന്ന് പറയാൻ പറ്റുമോ? അതിനപ്പുറത്ത് ഒന്ന് ചിന്തിച്ചിട്ട് പറയും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ലാലേട്ടൻ എങ്ങനെ, കാരണം ആ ഒരു ക്യാരക്ടർ നമ്മൾ ലാലേട്ടനെ കുറിച്ച് നമ്മൾ അഭിനയം എന്ന ഒരു അഭിനേതാവെന്ന നിലയിൽ നമ്മൾ വിലയിരുത്താൻ ഒന്നതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ. സഹകരണം എങ്ങനെയായിരുന്നു ലാലേട്ടൻ്റെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ലാലിനറിയാം. ലാല അന്ന് ഒരുവിധം നല്ല മാർക്കറ്റിൽ നിൽക്കുന്നവരാണ്. എന്നെ വിളിച്ചിട്ട് എങ്ങനെ അണ്ണ ഒരു പടം ചെയ്യുമെന്ന് പറയുന്നത്, അതിനപ്പുറത്ത് എന്ത് സൗഹൃദമാണ് വേണ്ടത്? അതിൽ നിന്ന് തന്നെ സൗഹൃദം മനസ്സിലായത്. ഒരുപക്ഷെ ലാൽ എന്നാ ഡേറ്റ് വന്നില്ലെങ്കിൽ എന്നെ കിരീടം എന്ന് അറിയപ്പെടുകയില്ല, ഞാൻ എൻ്റെ സിനിമ നിർമ്മാതാവുകയില്ല. സിനിമ കിരീടം എന്ന് പറഞ്ഞ സിനിമ ആലോചിച്ചപ്പോൾ തന്നെ ഇത് ലാലേട്ടൻ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചു അല്ലേ? അതെ. അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടർ തിലകൻ ചെയ്യുന്നു എന്നും തീരുമാനിച്ചു. അതെ. എന്നുവെച്ചാൽ അതിൽ അച്ഛനായിട്ടൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് തിലകൻ ചേട്ടൻ അപ്പുറത്തൊന്നും ഒരു നടനില്ല. ഉണ്ടെന്ന് പറയാമോ? ആരെങ്കിലും ഒരാളെ സജസ്റ്റ് ചെയ്യാമോ? കാര്യം നമ്മളൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഇടയ്ക്കൊരു വിവാദം ഉണ്ടായപ്പോഴും പറഞ്ഞു നമുക്ക് നെടുമുടി ചേട്ടൻ ലാലിന്റെ അച്ഛനായാൽ നമ്മൾ ഒരു ചില ആൾക്കാരുടെ ഫിസിക്ക് വരെ നമ്മുടെ മനസ്സിലുണ്ട് ഇല്ലേ? ഇപ്പൊ തിലകൻ ചേട്ടന്റെ വണ്ണവും ഇതും ലാലുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഒരു അച്ഛനാവാനുള്ള ഇതുണ്ട്. നെടുമുടി ചേട്ടന്റെ ഒരു ഇതിൽ അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛനാവാം, അഭിനയിക്കാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് നിറവ് ഇതൊക്കെ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ മാച്ച് ചെയ്യാൻ പറ്റാതാവുമെന്നും ഇല്ലേ? ഇതിൽ അച്ഛൻ എന്ന് പറയുന്നതിന് അപ്പുറത്ത് അമ്മ എന്ന് പറയുന്നത് പൊന്നമ്മ ചേച്ചിക്ക് അപ്പുറത്ത് ലളിത ചേച്ചി ആയാലും അഭിനയിക്കില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു നിങ്ങൾ ആ പടത്തിൽ വർക്ക് ചെയ്താണ്, നിങ്ങളുടെ ഫിസിക്ക് വെച്ചിട്ടും ആ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് തന്നെയല്ലേ നിങ്ങളെ ഫീൽ ചെയ്തത്? ഉണ്ണിച്ചേട്ടാ എന്തോ പിന്നെ ഈ 2 സിനിമകൾ കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യാത്തത് എന്തുകൊണ്ട്? ചെങ്കോലി കഴിഞ്ഞിട്ടൊരു പടം ചെയ്തില്ല. ലാലിനെ വെച്ച് ഞാനൊരു പടം ചെയ്യണമെങ്കിൽ എനിക്ക് അതനുസരിച്ച് പവർഫുൾ ആയിട്ടൊരു കഥയാണെന്ന് തോന്നിയാൽ അല്ലാതെ ഞാൻ ചെയ്യില്ല. ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല.
അതാണ് എൻ്റെ സത്യം. എങ്ങനെയെങ്കിലും ഒരു പടം ലാലിനെ വെച്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമേ ഇല്ല. ഈ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, കിരീടത്തിന് ശരിക്കും എത്ര കോസ്റ്റ് ആയിരുന്നു പടം? കിരീടത്തിന് 22,500 രൂപ, 22.5 ലക്ഷം രൂപ കോസ്റ്റ് വന്നു. ഫസ്റ്റ് പ്രിന്റ് 22.5, 23-നകത്താണ് അപ്പുറത്ത് പോയി. പബ്ലിസിറ്റി ഒക്കെ പിന്നെ ഫസ്റ്റ് കോപ്പി 22.5 രൂപ 23 രൂപയ്ക്കകത്ത് തന്നിട്ടുണ്ട്. കിരീടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണം. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാൽ അവിടെ നിന്ന് വരുന്ന സമയത്ത് അത് ഫിലിമിലുണ്ട്, 2 ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, ചാണകം കിടന്നില്ല, ചാണകത്തിൽ തെന്നിയിട്ട് ലാൽ തറ വീഴുന്ന ഒരു സീൻ, ഒരു ഷോട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ടേ ഇല്ല. അതൊക്കെ ഫിലിമിൽ വളരെയധികം ഗുണം ചെയ്തു. ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ഉടനെ കട്ട് വിളിച്ചിരിക്കും, അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുക. ഇത് ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് ഫൈറ്റ്. അതിനിടയ്ക്ക് ലാല് ഒരു പ്രാവശ്യം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഇവിടെ കീരിക്കാട് ജോസിന് അറിയാലോ, മോഹൻരാജിനെ സംബന്ധിച്ചിടത്തോളം ടൈമിംഗ് ഇല്ലാത്ത ആർട്ടിസ്റ്റാണ്. അവൻ സിനിമയിൽ അഭിനയിച്ച ശീലമുള്ളതല്ല. ശരിക്കും ലാലിനെ ചവിട്ട് വിട്ട് അടിവെട്ടില്ല. ഈ ചവിട്ടുന്നത് നമ്മള് ഒരു ഡിസ്റ്റൻസ് ഒക്കെ വിട്ട് അത് പുള്ളിക്ക് അറിയില്ലായിരുന്നു. അവസാനം ലാല് വന്ന് പറഞ്ഞു, സുബി ഇനി എന്നെ അവിടെ പല പ്രാവശ്യം പറഞ്ഞു മനസ്സിലാവില്ല, ഞാൻ കൈവയ്ക്കും, എനിക്ക് ഭയങ്കരമായിട്ട് വേറെ എടുക്കുന്നുണ്ടെന്ന് വരെ പറയേണ്ട അവസ്ഥയിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ സിനിമ കാരണം 2 പേരുകൾ വന്നത്, ഒന്ന് ഉണ്ണിച്ചേട്ടനും അല്ലെ, കിരീടം ഉണ്ണിയെന്നും കീരിക്കാടൻ ജോസ് എന്നുള്ള മോഹൻരാജ് എന്നുള്ള പേര് പുള്ളിയെ ആരും അറിയാറില്ല. അതിനുശേഷം പുള്ളിയെ എല്ലാവരും കീരിക്കാടൻ ജോസിനെ പറയാറുള്ളൂ. ലാലേട്ടൻ്റെ ഞാൻ അത് ഉണ്ണിച്ചേട്ടൻ അത് സൗഹൃദം എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചത് സഹകരണം എങ്ങനെയാണെന്നായിരുന്നു. ഞാൻ കിരീടത്തിന്റെ സമയത്ത് ലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായിരുന്നു, ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ബോയാണ്, ലൈറ്റ് ബോയാണ്, ആർട്ടിസ്റ്റാണ്, സർവോപരി ഒരു ഏറ്റവും നല്ല സുഹൃത്തും. ട്രാക്ക് ആൻഡ് ട്രോളി വരെ ഇപ്പോഴേ ലാലിന് അതിനുള്ള കുറച്ചുകൂടെയൊക്കെ അതിൻ്റെ പ്രായവും പക്വതയൊക്കെ ആയത് കാരണമായിരിക്കാം. മറ്റേത് ട്രാക്ക് ആൻഡ് ട്രോളി തള്ളാനായിട്ട് ലാലുണ്ടാവും. ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ കൂടെ ലാലിനെ കാണാം. കിരീടത്തിലൊക്കെ അങ്ങനെയല്ലേ ആയിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് പലതിനും ഇപ്പം ഉച്ച എല്ലാവരും ഉണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ലാലിന് പോയി വിളമ്പാനൊന്നും പറ്റില്ല. കാര്യം ലാലിന് ആ പൊസിഷനിൽ നിന്നൊക്കെ വളരെ 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 ഉയർന്നു പോയി. അതുകൊണ്ട് അത് മോശമായിട്ടല്ല ചെയ്യാത്തത്. ആഗ്രഹം ഉണ്ടെങ്കിൽ ലാൽ ചെയ്യാൻ പറ്റുന്നില്ല. കിരീടം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഈ ചെങ്കോൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവണം എന്ന് തോന്നാനുള്ള കാരണം എന്താ? അതായത് കിരീടം എന്നുള്ളൊരു ചിത്രത്തിലെ കഥാനായകൻ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഫിനിഷ് ചെയ്തിട്ടില്ല. ആ ഒരു കഥാപാത്രത്തിന്റെ ജോലി മുഴുവിപ്പിക്കാതാണ് പോയിരിക്കുന്നത്. അത് ആ ജയിലിൽ പോയ സേതുമാധവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പ്രേക്ഷകൻ ആഗ്രഹം ഉണ്ടാവും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പം ഏത് രീതിയിലായിരിക്കും ഇയാളെ സൊസൈറ്റി സ്വീകരിക്കുക, എന്തൊക്കെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഇയാൾ ചെന്ന് പെടേണ്ടി വരും, ഇയാളുടെ ജീവിതം ഏത് രീതിയിൽ പോകും, ആ ഒരു കഥാപാത്രത്തിന് ഒരു ഫിനിഷ് നൽകുക എന്നതായിരുന്നു ചെങ്കോൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ ഒരു ഫിനിഷ് നൽകാൻ വേണ്ടി അച്യുതൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമുക്ക് അവിടെ ഒരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ തന്നെ സമ്മതിക്കുന്നു. കാര്യം അന്ന് ഞാൻ വളരെ ഇതായിട്ട് സജസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ അച്ഛൻ്റെ ഒരു എഴുത്ത് വായിക്കുന്നുണ്ട്. അച്ഛൻ എഴുതി വെച്ചിരുന്ന ഒരു കത്ത് വായിക്കുന്ന ലാലുണ്ട്. അപ്പം അത് നമ്മൾ തിലകനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതോ ലിപ് മൂവ്മെന്റോ ഉള്ളതൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടായിരുന്നു മോന്, ഇനി അച്ഛന് നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല എന്ന് അതിനൊരു മാറ്റർ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് മാറുമായിരുന്നു. പക്ഷെ അതിന് സംവിധായകനും തിരക്കഥാകൃത്തും തയ്യാറായില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. അല്ല, അപ്പോൾ നമ്മൾ ചോദിച്ചത് നമ്മൾ കിരീടം പോലുള്ള ചിത്രങ്ങൾ റീമേക്ക് ചെയ്യാൻ അങ്ങനൊരു കിരീടം പോലുള്ള ചിത്രമൊക്കെ റീമേക്ക് ചെയ്തൂടാന്ന് ഞാൻ പറയുന്നില്ല. റീമേക്ക് ചെയ്യാം, പുതിയൊരു ആർട്ടിസ്റ്റ് അഭിനയിച്ചാലും. പക്ഷെ അന്നും കിരീടത്തിന്റെ അടുത്തൊന്നും ആ പടം പറ്റില്ല. ലാലിന്റെ പെർഫോമൻസിന് മുമ്പിലൊന്നും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആരഭിനയിച്ചാലും 7 അയലത്തെത്തില്ല എന്നുള്ളത് ഉറപ്പ് തന്നെ. സത്യമാണ്. അതെ, കിരീടത്തിന്റെ ക്ലൈമാക്സില് ഒരിതുണ്ട്. ഇങ്ങനെ കുത്തിയതിന് ശേഷം ലാല് ചെന്ന് കാളവണ്ടിയുടെ ആ ചക്രത്തിൽ ചെന്ന് ഇടിച്ചു നിന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി ചൂയിക്കാൻ ചവയ്ക്കുന്ന പോലെ ഒരു ചവപ്പുണ്ട്. അതായത് അതിന് മുമ്പ് ഇതിന്റെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്
ലാല് സിബി എടുത്ത് വെച്ചു. സിബി, എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതം മുഴുവൻ പോയിരിക്കുകയാണ്, എനിക്കിനി എന്തിനെന്ന് അറിയില്ല, ഞാനിങ്ങനെ ഒരു ആക്ഷൻ ചെയ്തോട്ടെ, ഒരു ചുയിങ്ങ ചവയ്ക്ക് പോലെ ചെയ്തോളാം. പക്ഷെ നിങ്ങളത് ആലോചിച്ച് നോക്കുക, അതില്ലാതെ ലാല് നിന്നിരുന്നെങ്കിൽ ഉണ്ടാവുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ആ ഒരു എന്താ പറയുക, അവന്റെ മുമ്പിൽ കണ്ടോണ്ടിരിക്കുകയാണ്, ജീവിതം മുഴുവൻ പോയതും എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ആ ഒരു ആക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ ചെങ്കോൽ എടുക്കുന്ന സമയത്ത് അച്ഛനും മോളും കൂടെ നാടകത്തിന് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അവള് കൊട്ടുമൊക്കെ ചോട്ട് ഏട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇയാളിങ്ങനെ തൂണിൽ ചാരി നിൽക്കുകയാണ്. ഒരു കാല് ലാല് ഇതിൽ തൂണിൽ ചെവിരിൽ ചവിട്ടിയിട്ടുണ്ട്, ഒരു കാല് തറയെ കുത്തി നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛനടുത്ത് ആണ് ഇവരോട് പറയുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ടെങ്കിൽ എളുപ്പം വാ, വന്നിട്ട് ആ കള്ള് ഷാപ്പിൽ കയറി ഇരിക്കാനല്ലേ എന്ന് പറഞ്ഞ് അച്ഛനെ വഴക്ക് പറഞ്ഞിട്ട് ഇവർ മുമ്പേ നടക്കുമ്പോൾ ലാല് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്ന് കിട്ടിയ അമ്മ എനിക്ക് ഈ ധൈര്യം എന്ന് ചോദിച്ചിട്ട് ലാലൊരു ജീവിതം നഷ്ടപ്പെടുമ്പോൾ എല്ലാം ആവുമല്ലേ എന്ന് പറഞ്ഞിട്ട് കാലാട്ടുന്നൊരു സീനുണ്ട്, ഒരു ഷോട്ടുണ്ട്. അതിലൊക്കെ നമുക്കിപ്പം അത് ആര് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതല്ല, അത് ആ ക്യാരക്ടറിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ജെനുവിൻ കലാകാരൻ അറിയാതെ ചെയ്തു പോകുന്ന സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ ലാലിന്റെ ചില ഒരുപാട് സംഭവങ്ങളുണ്ട്. പല വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് തിരുവോണത്തിന്റെ അന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഇപ്പൊ സുരേഷ് ഉണ്ട്, പ്രിയനുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ണാനുള്ള ചോറുമായിട്ട് ഞങ്ങൾ ഉച്ചക്കഴിഞ്ഞ് വരാം. അപ്പൊ ലാല് രാവിലെ മുതൽ തുടങ്ങിയതാണ്. അവൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട എത്ര രൂപ ഉണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു 2-3 രൂപയുള്ളത്. അപ്പോൾ അത് വേണം, നമുക്ക് വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഉച്ച ഒരു 11 മണിയാക്കാൻ എടുത്തു പറഞ്ഞാൽ പോയി പത്രം വാങ്ങിച്ചിട്ട് വാ. നമ്മൾ എന്താണ് പത്രം ഇപ്പം തന്നെ? അല്ല, മാതൃഭൂമി മനോരമയാണ്, ഇന്ന് അവരുടെ ഓണാശംസകൾ വരണുണ്ട്, അതിൽ ആദ്യമായിട്ട് എൻ്റെ പടം അടിച്ചു വരും, എനിക്കത് വേണം. അപ്പം ഞാൻ പറഞ്ഞു, ആ പടം 3 രൂപയുള്ളൂ, ഇമ്മൻ എപ്പം വരുന്നുള്ള അറിഞ്ഞു, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കേണ്ടത്. അത് എനിക്കത് പറ്റില്ല, അത് കൊച്ചു കുട്ടികളുടെ പറ്റും, എനിക്കത് കിട്ടിയേ പറ്റും. ഞാൻ പറഞ്ഞു ശരി, പേപ്പർ വാങ്ങിക്കാം. പക്ഷെ അവിടെ പേപ്പർ വരണമെന്ന് വെച്ചാൽ ഇവിടുന്ന് പ്രിന്റ് ചെയ്ത പേപ്പർ അവിടെ വരണം ഉച്ച കഴിഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അവനാണെന്നുണ്ടെങ്കിൽ ഈ പത്രം കണ്ടാൽ മാത്രം മതി, അവന് വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, വെള്ളം കുടിച്ചോളും, വേറെ പ്രശ്നമില്ല. 3 രൂപയേ ഉള്ളൂ. അത് നമുക്ക് തമിഴ് ഭാഷയെ നന്നായിട്ട് അറിയില്ല, ആരുടെ പോയി ചോദിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്നിരുന്ന് 2:30 മണി വരെ ഞാൻ ഇവനെ കുറേ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാർ വരുമ്പോഴത്തേക്ക് അത് പറ്റില്ല, ഈ പേപ്പർ വേണം, ഈ പേപ്പർ കിട്ടിയേ പറ്റും. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി മനോരമ മാതൃഭൂമി വാങ്ങിച്ച് 2-3 മോറീസ് പഴവും, പിന്നെ ബാക്കിയുള്ളതിന് 2-3 മോറീസ് പഴവും കിട്ടി. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കണ്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് ഇന്ന് എൻ്റെ ലാൽ ആ പടം എടുത്തു വെച്ചിട്ട് ലാലിന്റെ ആ മുഖത്തെ ഒരു എന്നുവെച്ചാൽ സ്വന്തം പടം, ഒരു സിനിമാ നടനാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് സിനിമാ നടനായതിൻ്റെ അപ്പോൾ ഒരു ഹാഫ് പേജാണ്. ഇങ്ങനെ കുറെ പൂക്കളൊക്കെ കൊടുത്തിട്ട് പൂർണിമ ജയറാം നടുക്ക്, ശങ്കർ അപ്പുറത്ത്, ലാലിപ്പുറത്തുള്ള ഫോട്ടോ വെച്ചിട്ട് മഞ്ഞ വിരിഞ്ഞ പൂക്കൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇവന് ആഹാരം പിന്നെ അന്നത്തെ കഴിച്ചില്ലേലും വേണ്ടില്ല, ഈ ആഹാരം കൊണ്ടുവരാന്ന് പറഞ്ഞു പോയവന്മാര് അന്ന് രാത്രിയിൽ 9:30 മണിയായപ്പോൾ കൈ വീശി കയറി വന്നിരുന്നു. അന്നത്തെ തിരുവോണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം 10 തിരുവോണം ഉണ്ടായതിന്റെ എഫക്റ്റാണ് അവനന്ന് കിട്ടിയത്. അത് അവന്റെ മുഖത്തൊന്നും ഞാൻ മനസ്സിലാക്കിയത്. എനിക്കാണെങ്കിൽ എല്ലാരോടും അത്ര ശത്രുതയാണ്. കയ്യിലുണ്ടായിരുന്ന 3 രൂപയും പോയി. 3 രൂപയുടെ അല്ല, വിശന്നിട്ട് തിരുവോണമായിട്ട് പട്ടിണി ഇരിക്കേണ്ടി വരുന്നത്. പട്ടിണിയുടെ അല്ല, അവനെ സന്തോഷിക്കാനൊരു ഇതുണ്ട്. അതൊന്നും നമുക്കറിയില്ലല്ലോ, ലാൽ ഇത്രയും വലിയ സിനിമ നടനാവുന്നു നമുക്കറിയില്ലല്ലോ. ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ. അപ്പം ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു, കുടുംബത്തിനും നന്ദി, നമസ്കാരം.